ശ്രീ ജി വി ഹരി, ഞാനത് ഓളത്തിന് പറഞ്ഞതാണ് കേരളമേ കാത്തിരിക്കും ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. പക്ഷേ പ്രതീക്ഷിക്കണോ അത് ഉടൻ തന്നെ? തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഡൽഹിയിൽ നിന്നുള്ള നമ്മുടെ നേതാക്കന്മാരെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്കൊക്കെ കിട്ടുന്നത്. ഇന്നിപ്പോൾ മുരളിയേട്ടൻ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ നാളെ രാവിലത്തേക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ്. അദ്ദേഹമാണല്ലോ, അദ്ദേഹം കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ നിങ്ങളോട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു ജനാധിപത്യപരമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഈ ഒരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് പോലും എല്ലാ തലത്തിലുമുള്ള ചർച്ചകൾ പൂർത്തിയാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമാണ്. അതിനൊരു സംശയമില്ല. ഇപ്പോൾ ഏകപക്ഷീയമായി ചില ആളുകളൊക്കെ നാഗ്പൂരിൽ നിന്ന് വിളിച്ചു പറയും, അയാളങ്ങ് വെച്ചേക്കാൻ പറയും, അയാളങ്ങ് വെക്കും. ചില ആളുകൾ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി കൂടി പറഞ്ഞിട്ട് താഴോട്ട് കൊടുക്കും. അങ്ങനെയല്ല, ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരോട് സംസാരിച്ചു കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ റിപ്പോർട്ട് അവിടെ കിട്ടി. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു, എല്ലാ പ്രധാനപ്പെട്ട മുൻ PCC അധ്യക്ഷന്മാരെയും അതോടൊപ്പം ഏറ്റവും മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ, പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേർ, എല്ലാവരെയും കണ്ടിട്ടുണ്ട്. അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. ഇനി പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. അതിന്ന് എനിക്ക് തോന്നുന്നു ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് തോന്നുന്നു VM സുധീരനെ കൂടി കാണാനുണ്ട്. അത് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു നാളെ CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു യോഗം ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൂടുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കേണ്ട ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹം അങ്ങോട്ട് പോയതുകൊണ്ട് വൈകുന്നേരം കാണാം എന്ന് വെച്ചിരുന്ന VM സുധീരൻ സാറിനെ കാണാൻ സാധിച്ചിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെയും രാത്രി തന്നെ കാണുമായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. ശുഭപ്രതീക്ഷയോടുകൂടി ഞങ്ങളടക്കം എല്ലാവരും കാത്തിരിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് KC ആകുമെന്നാണ് അല്ലേ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ആരെ പ്രഖ്യാപിച്ചാലും ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാരുടെ നിലപാട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾക്ക് ഈ 3 നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതാകാനുള്ള എല്ലാ റൈറ്റും എല്ലാ അർഹതയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അത് ശ്രീ KC വേണുഗോപാലിന് അദ്ദേഹത്തിൻ്റെതായ ക്വാളിറ്റിയുണ്ട്. ശ്രീ VD സതീശന് അതിൻ്റെതായ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്. അതോടൊപ്പം സീനിയോറിറ്റിയിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിനും ഈ 3 പേരും ഈ കാര്യത്തിൽ തുല്യരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതിലാരെയാണോ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നത് അവരെ പാർട്ടി മുഖ്യമന്ത്രിയാക്കും.